തൃശൂരിലെ ചേതന ഗാനാശ്രമത്തിന്റെ ബാനറിൽ പാടും പാതിരി ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കലും 3 തവണ ഗ്രാമി അവാർഡിൽ പങ്കാളിയായ വയലിൻ വാദകൻ മനോജ് ജോർജും ചേർന്ന് സംഗീതം നൽകിയ ആത്മീയ സംഗീത ആൽബം സർവേശ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശനം ചെയ്തു. KJ യേശുദാസും ഫാദർ പോളും 100 വൈദികരും 100 കന്യാസ്ത്രീകളും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. വത്തിക്കാനിലെ അന്താരാഷ്ട്ര കോൺഫറൻസിൽ സംഗീത സംവിധായകരായ ഫാദർ പോൾ പൂവത്തിങ്കലും മനോജ് ജോർജും ചേർന്ന് സംഘടിപ്പിച്ച ഫലകത്തിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശന കർമ്മം നിർവഹിച്ചത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സംഗീത ആൽബം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശനം ചെയ്യുന്നത്. മൺമറഞ്ഞുപോയ സംസ്കൃത പണ്ഡിതൻ പ്രൊഫസർ PC ദേവസ്വ രചിച്ച ക്രിസ്തു ഭാഗവതം എന്ന ഗ്രന്ഥത്തിലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന സംസ്കൃത ഗീതമാണ് ഫാദർ പോൾ പൂവത്തിങ്കലും മനോജ് ജോർജും ചേർന്ന് ആൽബമാക്കിയിരിക്കുന്നത്. കർണാട്ടിക് സംഗീതത്തിലെ നടഭൈരവി രാഗത്തിൽ പാശ്ചാത്യ സംഗീത സങ്കേതങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഹോളിവുഡിലായിരുന്നു ആൽബത്തിന്റെ ചേംബർ ഓർക്കസ്ട്രേഷൻ. പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസിയുടെ മകനും ഗ്രാമി അവാർഡ് ജേതാവുമായ രാകേഷ് ചൗരസിയും ചേർന്നാണ് ഈ ആൽബത്തിന് പശ്ചാത്തല സംഗീത വാദനം നടത്തിയത്. 3 തവണ ഗ്രാമി അവാർഡ് ജേതാവായ റിക്കി കേജ്, അഫ്താബ് ഖാൻ, ഹോളിവുഡിലെ മാറ്റ് ബ്രവുൻലി, ഫ്ലോറിഡയിലെ ലുക്ക് ബോലാക്, IRA അവാർഡ് ജേതാവ് സജി R നായർ എന്നിവർ നയിച്ച സംഘമാണ് ആൽബത്തിന്റെ ശബ്ദ ലേഖനവും ശബ്ദ മിശ്രണവും ചെയ്തിരിക്കുന്നത്. തൃശൂരിലെ ചേതന, എറണാകുളത്തെ CSE, മുംബൈയിലെ ഹെഡ്റൂം, ഹോളിവുഡിലെ ദ വില്ലേജ്, ഫ്ലോറിഡയിലെ എവർമോർ സൗണ്ട് എന്നീ സ്റ്റുഡിയോകളിലായിരുന്നു ശബ്ദമിശ്രണം. അഭിലാഷ് വളാഞ്ചേരി, അമേരിക്കയിലെ ജെയ്സൺ ജോസ്, മെൻഡോസ് ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഛായാഗ്രഹണവും ചിത്ര സംയോജനവും നിർവഹിച്ചത്. അപൂർവങ്ങളായ ഒട്ടേറെ സവിശേഷതകളുമായി പുറത്തിറങ്ങിയ ഈ സംഗീത ആൽബം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുകയാണ്. ഈ അപൂർവ സംഗീത നിർമ്മിതിയിൽ നിന്നുള്ള വരുമാനം തൃശൂർ ചേതന ഗാനാശ്രമത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ മസ്തിഷ്ക വികസനത്തിനുള്ള ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പിക്കായാണ് വിനിയോഗിക്കുക. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.